വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുകൾ കണ്ടെത്തിയത് ആശങ്ക പരത്തുന്നു. സോൺ 1 ക്ലസ്റ്റർ എയിൽ പുഞ്ചിരിവട്ടം സ്വദേശി KT നൌഫലിന് അനുവദിച്ച 8-ാം നമ്പർ വീടിന്റെ ടെറസിലും ഡൈനിങ് ഹാളിന്റെ സീലിംഗിനുമാണ് വിള്ളലുകൾ ദൃശ്യമായത്. വീടിന്റെ ടെറസിലും സീലിംഗിലുമുള്ള വിള്ളലുകൾക്ക് പുറമെ ഒരു കിടപ്പുമുറിയുടെ വാതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ സ്വന്തം വീടും 16 കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട നൌഫൽ പുതിയ വീടിന്റെ ഗുണനിലവാരത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന നൌഫൽ പുഞ്ചിരിമട്ടത്ത് നിർമ്മിച്ച വീടും ഉരുൾപൊട്ടലിൽ നഷ്ടമായി. സ്വന്തമായി പണിത വീട്ടിൽ അധികം താമസിക്കാൻ പോലും സാധിച്ചിട്ടില്ലെന്നും ഇപ്പോൾ ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളലുണ്ടായതിൽ വിഷമമുണ്ടെന്നും നൌഫൽ പറഞ്ഞു. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്ന നൌഫൽ താൽക്കാലിക പുനരധിവാസത്തിൽ മേപ്പാടി റിപ്പൺ 52-ലാണ് താമസിക്കുന്നത്. വീടിനകത്തെ കിടപ്പുമുറിയുടെ ഒരു വാതിലിനും കേടുപാടുണ്ടെന്ന് നൌഫൽ പറഞ്ഞു. മഴക്കാലം എത്തുന്നതോടെ വീട് ചോർന്നൊലിക്കുമോ എന്ന പേടിയിലാണ് മറ്റു കുടുംബങ്ങൾ. വീടുകളുടെ നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റ് സൊസൈറ്റി അധികൃതർ സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി. നിർമ്മാണ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കോൺക്രീറ്റ് ഉറയ്ക്കുന്ന ഘട്ടത്തിൽ അന്തരീക്ഷത്തിലെ അമിതമായ ചൂട് കാരണം ജലാംശം പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുമ്പോഴാണ് ഇത്തരം വിള്ളലുകൾ ഉണ്ടാകുന്നത്. ഇത് കെട്ടിടത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തകരാറല്ലെന്ന് ULCCS ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ ബാബു വ്യക്തമാക്കി. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിദഗ്ധ പരിശോധനയും അറ്റകുറ്റപ്പണികളും ആരംഭിച്ചിട്ടുണ്ട്. വിള്ളലുകൾക്കിടയിലേക്ക് പ്രത്യേകതരം രാസമിശ്രിതം ഉയർന്ന സമ്മർദ്ദത്തിൽ കുത്തിവെച്ച് വിള്ളലുകൾ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. നിലവിലെ വിള്ളലുകൾ പരിഹരിച്ച ശേഷം മേൽക്കൂരയിൽ മികച്ച രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് നടത്തും. ഇതിനു മുകളിൽ 5 സെന്റിമീറ്റർ കനത്തിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നതിലൂടെ ചോർച്ച പൂർണ്ണമായും ഒഴിവാക്കാം. വീടിന്റെ തൂണുകൾക്കോ ബീമുകൾക്കോ യാതൊരുവിധ തകരാറുകളും സംഭവിച്ചിട്ടില്ല. അതിനാൽ കെട്ടിടം സുരക്ഷിതമാണെന്ന് ULCCS ഉറപ്പു നൽകുന്നു. ഈ വീടുകളുടെ നിർമ്മാണം റവന്യൂ വകുപ്പിന്റെയും കിഫ്കോണിന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഓരോ വീടും കൈമാറുന്നതിന് മുൻപ് ഫ്ലഡിംഗ് ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ULCCS, കിഫ്കോൺ എന്നിവയുടെ നേതൃത്വത്തിൽ വെള്ളം കെട്ടി നിർത്തി ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കും. എല്ലാ സുരക്ഷാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വീടുകൾ കൈമാറൂ. മഴക്കാലത്തിന് മുൻപേ തന്നെ നിർമ്മാണത്തിലെ പോരായ്മകൾ പരിഹരിച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. നിലവിൽ മേപ്പാടി റിപ്പണിൽ താൽക്കാലികമായി താമസിക്കുന്ന നൌഫലും കുടുംബവും എത്രയും വേഗം സുരക്ഷിതമായ വീട്ടിലേക്ക് മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. നിലവിൽ മേപ്പാടിയിൽ താമസിക്കുന്ന ദുരിതബാധിതർ ഈ വാർത്തയെ വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. എങ്കിലും എല്ലാ പോരായ്മകളും പരിഹരിച്ച ശേഷം മാത്രമേ വീട് കൈമാറൂ എന്ന ഉറപ്പിലാണ് അധികൃതർ. പുനരധിവാസ പദ്ധതിയുടെ 1-ാം ഘട്ടത്തിൽ 30ഓളം വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായി വരുന്നത്. ഇതിൽ ഒരു വീട്ടിൽ മാത്രമാണ് ഇപ്പോൾ വിള്ളലുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും ബാക്കിയുള്ള എല്ലാ വീടുകളിലും സമാനമായ പരിശോധനകൾ നടത്താൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതബാധിതർക്ക് നൽകുന്ന വീടുകൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമേ താക്കോൽ കൈമാറൂ എന്ന് ഇതിനോടകം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.